ഒരു വലിയ ട്രാഫിക് ബ്ലോക്ക്. ആ ബ്ലോക്കിൽ ഏറ്റവും അവസാനം വന്ന ബൈക്കുകാരനായിരിക്കും എപ്പോഴും ഫസ്റ്റ് അടിക്കുന്നത്. കാരണം അവൻ തിക്കി ഇടുങ്ങിയ വഴിയിലൂടെയൊക്കെ കടക്കും. അതിൻ്റെ പുറകിൽ എത്ര വലിയ ലക്ഷത്തിൻ്റെ ബസ്സായിക്കോട്ടെ, എത്ര കോടിയുടെ കാറായിക്കോട്ടെ, 3 ചക്രത്തിൻ്റെ ഓട്ടോറിക്ഷ ആയിക്കോട്ടെ, അവരെല്ലാവരും അവിടെ തന്നെ നിൽക്കും. പക്ഷെ നമ്മുടെ ബൈക്ക് ചേട്ടന്മാർ ഫസ്റ്റ് അടിക്കും. കാരണം അവൻ്റെ കയ്യിലെ നിധിയാണ് ആ സമയത്ത് ആ ബൈക്ക്. അതുപോലെ തന്നെ ഏത് ഇടുങ്ങിയ വഴിയിൽ കൂടെയും കയറ്റാൻ പറ്റിയ ഒരു വാഹനവുമാണത്. അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് നമ്മളോട് പറയുന്നത് ഈ ഇടുങ്ങിയ വഴിയെ കുറിച്ചാണ്. പിന്നെ പറയുന്നുണ്ട് മുൻപന്മാരാകുന്നവർ പിൻപന്മാരും, പിൻപന്മാരാകുന്നവർ മുൻപന്മാരും ആകുമെന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഇടുങ്ങിയ വഴി അന്വേഷിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. ലാസ്റ്റ് സ്വർഗത്തിൻ്റെ വാതിലിങ്ങനെ നോക്കി ചെയ്യുമ്പോൾ കർത്താവ് ചോദിക്കും, നിങ്ങൾ ആരാണ്? എനിക്ക് നിങ്ങളെ അറിയില്ല, അനീതി ചെയ്യുന്ന പുറത്ത് കടക്കുക എന്ന് പറയും. ആ ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കണമെങ്കിൽ കർത്താവ് ആദ്യമേ ഇട്ട് തരുന്ന ഒരു ടിപ്പാണത്, ഇടുങ്ങിയ വഴി ചൂസ് ചെയ്യുക. ചാണക്യനീതി എന്ന് പറയുന്ന പഴഞ്ചൊല്ലുകളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സത്യം ധൈര്യത്തോടെ വിളിച്ചു പറയുന്നവൻ്റെ നേരെ വെറുപ്പിൻ്റെ തീജ്വാലയും കത്തി ഉയരുമെന്ന്. ശരിയല്ലേ? നമ്മൾ സത്യം തുറന്നു പറയുമ്പോൾ, നീതിയോടെ ജീവിക്കുമ്പോൾ നമ്മുടെ നേരെ വെറുപ്പുണ്ടാവും, കുറ്റം ഉണ്ടാവും, കുറവുകളുണ്ടാവും. ശരിക്കും ഈ കുറ്റവും കുറവും വെറുപ്പും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഇടുങ്ങിയ വഴി. ആ ഇടുങ്ങിയ വഴിയിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ജീവിക്കാൻ നാം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കർത്താവ് സ്വർഗത്തിൻ്റെ വാതിൽ നമ്മൾ നോക്ക് ചെയ്യുമ്പോൾ ചോദിക്കത്തില്ല ഹൂ ആർ യു എന്ന്. അപ്പോൾ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്നു മുതൽ മുൻപന്മാരാവാതെ പിൻപന്മാരിൽ നിന്ന് മുൻപന്മാരിലേക്ക് വരാൻ നമ്മൾ ശ്രമിക്കണം. അതും ഇടുങ്ങിയ വഴികൾ ചൂസ് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് ഫസ്റ്റ് എത്താം.